السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. أبو برزة الأسلمي رضي الله عنه قال: كان النبي صلى الله عليه وسلم يكره النوم قبل العشاء والحديث بعدها. متفق عليه. വറവാഹു അത്തുർമുദിയു. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തതും ഇമാം തുർമുദി രേഖപ്പെടുത്തിയതും അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്തതുമായ ഹദീസിലൂടെ വളരെ വ്യക്തമായി ആധുനിക ലോകത്ത് ജീവിക്കണമെന്ന് ഞാനും നിങ്ങളുമൊക്കെ മനസ്സിരുത്തേണ്ടുന്ന ഒരു കാര്യമാണ് ബോധിപ്പിക്കുന്നത്. സാമാന്യബോധം അതല്ലെങ്കിൽ പൊതുബോധം നഷ്ടപ്പെട്ട ഒരു ജീവിത ശൈലിയിലാണ് ഇന്ന് മാനവ സമൂഹം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവനവൻ ഒരു നേരം ഒരു പിടി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരിയായി രോഗത്തിന്റെ അണുക്കൾ നമ്മെ കാർന്നു തിന്നുന്നു എന്നുള്ളതാണ് സത്യം. കായും ഫലവും ആകും മുമ്പ് പൂങ്കുലയിൽ നിന്ന് തന്നെ പൂവ് കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. 35 വയസ്സിൻ്റെയും 40 വയസ്സിൻ്റെയും ഇടയിലുള്ള ആളുകളുടെ മരണം കൂടുന്നു. യുവാക്കളായ ആളുകൾ പെടുന്നതിന് ഒരു കാരണവുമില്ലാതെ മരിക്കുന്നു. ഗൾഫിൽ നിന്ന് 10 ദിവസത്തിന് വേണ്ടി വന്ന ആളുകൾ മയ്യത്ത് സംസ്കരിക്കാൻ കൂട്ടുകാരൻ്റെ മയ്യത്തിൻ്റെ കൂടെ വന്നയാൾ, ഇങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിലൊക്കെ പെടുന്നനെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ ദുഃഖകരമാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ മുക്കാൽ ഭാഗവും ജീവിത ശൈലി ശരിയല്ലാത്തതുകൊണ്ട്, ലൈഫ് സ്റ്റൈല് മാറണം എന്നാഗ്രഹിച്ചുകൊണ്ട് കാശ് കൊടുത്ത്, പലപ്പോഴും പറയാറുള്ളത് പോലെ കാശ് കൊടുത്ത് രോഗം വാങ്ങുക, എന്നിട്ട് ചികിത്സിക്കാൻ വീണ്ടും കാശ് കൊടുക്കുക എന്നൊരു രോഗത്തിൽ. അതുകൊണ്ട് ജീവിതശൈലി മാറുന്നതിനനുസരിച്ച് രോഗികളുടെ എണ്ണം കൂടുകയാണ്. എത്ര വേഗതയിലാണ് വളരുന്നത് എന്നറിയില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനാണ് ഫാസ്റ്റ് ഫുഡ്. ഒരു വിളിച്ചാൽ വിളിപ്പുറത്ത് എന്ന് പറയില്ലേ, അങ്ങനെയാണ്. അടുക്കളയിലേക്ക് എത്തുമ്പോഴാണെങ്കിൽ വിളമ്പി തരും, നമ്മൾ തിന്നു കൊടുത്താൽ മതി. യന്ത്രം കണക്കെ മാറുന്നൊരവസ്ഥയാണ്. അത് ഇട്ടത് തീരുന്നതിന് മുമ്പ് അടുത്തത് ഇട്ടുകൊണ്ടേയിരിക്കുന്നു. സംഭവിക്കുന്നത് എന്താ? അർദ്ധരാത്രി വരെ ആഘോഷമാക്കുകയും ഉച്ചവരെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു തലമുറയാണുള്ളത്. സുബഹില്ല, ഇശാ പറ്റേ പോകുന്നു. അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും രോഗാതുരമായ അവസ്ഥയിലേക്ക് മാറുന്നു. ഇതിനൊക്കെ ജീവിതത്തിൻ്റെ പ്ലാനിങ്ങിൽ ഒരു ചെറിയ മാറ്റം വരുത്തുക. നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക എന്ന ശീലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് 2 കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയും. അതാണ് ഈ ഹദീസിലുള്ളത്. യക്റഹുൻ നൗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം വെറുത്തിരുന്നു. ഉറക്കം എന്തിനാ? നിങ്ങൾക്ക് വജഅൽനാ നൗമക്കും സുബാതൻ, ഉറക്കിനെ ഒരു വിശ്രമമാക്കിയിട്ടുണ്ട്. റസൂലിനെ ഉറങ്ങാൻ നമ്മളെപ്പോലെ തന്നെ മനുഷ്യനെയാണ് തന്നെ റസൂല ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, നിസ്കരിക്കുന്നു, പിന്നെയും ഉറങ്ങുന്നു, അങ്ങനെ പല കാര്യം. എന്നാൽ ഒരു പ്രത്യേകതരം ഉറക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തു. അതായത് ഖബലൽ ഇശാഇ, ഇശാഇന് മുമ്പ്. എന്തൊരു ആലസ്യായിരിക്കും മനുഷ്യൻ, എത്രയധികം പിടിച്ചു വെക്കുന്ന ഒരു സമയം വേറുണ്ടല്ലോ. അത്ര സുന്ദരമായ ഉറക്കാണ് ഇശാഇന് മുമ്പ് വരിക. മഗ്‌രിബിന് ശേഷമൊക്കെ കിടന്നുറങ്ങുക, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തതാണ്. വൽ ഹദീസ, സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ബഅദഹ, ഇശാഇന് ശേഷം സംസാരിക്കുക എന്നുള്ളത്, മഗ്‌രിബിന് ശേഷം അതായത് ഇശാഇന് മുമ്പായിട്ട് ഉറങ്ങുക എന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. അതുകൊണ്ടാണ് അൽ ഇശാഉ ഖബലൽ ഇശാഇ, ഇശാ രാത്രി ഭക്ഷണം ഖബലൽ ഇശാഇ, ഇശാ നിസ്കാരത്തിന്റെ മുമ്പാക്കുക എന്ന് പൗരാണികമായി പ്രാമാണികമായും ഒക്കെ പണ്ഡിതന്മാരും ഉലമാക്കളും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ഒക്കെ പഠിപ്പിച്ചു തരാറുള്ളത്. പലപ്പോഴും അതൊക്കെ വിട്ട് മാറുന്നത് കൊണ്ടുണ്ടാകുന്ന ദുരന്തം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രംഗത്തും എന്നതുപോലെ തന്നെ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുക്കപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ അവനവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
മനുഷ്യ സഹജമായി വന്നു പോകുന്ന ചെറുതും വലുതും അറിഞ്ഞതും അറിയാത്തതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും മുട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഇരുലോകത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട വിശ്വാസിനികളായ നമ്മുടെ കൂട്ടവും കുടുംബവും അയൽവാസികളും നാട്ടുകാരുമായ മുഴുവൻ വിശ്വാസിനികൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിഞ്ഞുകൂടുന്നവർ, പ്രായാധിക്യമുള്ള ആളുകൾ, ഷാഫിയായ റബ്ബ് രോഗികളായ മുഴുവൻ ആളുകൾക്കും ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ പ്രാഥമികമായ കാര്യങ്ങളും ഇബാദത്തുകളും ഒക്കെ മറ്റൊരാളുടെ സഹായം കൂടാതെ സ്വയം നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബേജാറും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് സലീമായ ഹൃദയത്തോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു ദൂരീകരിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു അവന്റെ പ്രവിശാലമായ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.